നമ്മളെ വളപ്പിൻ്റെ ഉള്ളിലത്തെ നമ്മളെ പോരെ നമ്മളെ മുറ്റോ നമ്മളെ ബെഡ്റൂം കിച്ചൺ എല്ലാം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഭവമുണ്ട്. നമ്മളെ വെള്ളം കുടിക്കുന്ന വെള്ളത്തിന് ടാങ്ക് ആ വെള്ളത്തിന് ഞാൻ അത്ര കെയർ ആക്കലേ ഇല്ല. മൂടിയിട്ടെല്ലാം വെക്കൂ, ഫുള്ള് കുടിക്കുന്ന ഗ്ലാസ്സും വെക്കുന്ന പ്ലേറ്റൊന്നും ഇല്ലാണെങ്കിൽ എല്ലാം നീറ്റാക്കും. ഈ ടാങ്ക് ഞാൻ എപ്പോഴെങ്കിലും വെച്ചേക്കാവുന്നത് അത് പുള്ളന്മാരോട് ദമ്മ ഇട്ടിട്ട് ചെല്ലിയിട്ട് ഇപ്പോൾ തൊണ്ട പൊട്ടിച്ചിട്ടാണ് അതൊന്ന് വൃത്തിയാക്കിയിട്ട് കിട്ടാൻ തന്നെ അല്ലേ. അപ്പോൾ അത് ഓർ കയ്യെങ്കിൽ തന്നെ അവിടെ നമുക്കൊരു പേടി മുകളിലേക്ക് കയറ്റുന്നത് എങ്ങനെ ജാറിപ്പോ എന്താവും എന്നിട്ട് അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് ഒരു അടിപൊളി നമുക്കൊരാൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ടാങ്ക് ക്ലീൻ ആക്കുന്ന തന്നെ. ക്ലീനിങ് എന്നല്ലെങ്കിലേ ഒരു സാധാരണ ക്ലീനിങ് എന്നല്ല, ഒരു ഒന്നൊന്നര ക്ലീനിങ് നോക്കിയാൽ ഞങ്ങളെ വെള്ളം കളറാണ്, അതുകൊണ്ട് ഫിൽറ്ററെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിലത്തെ ഇത് കളറും കാര്യങ്ങളെല്ലാം നോക്ക്. അതിന് വേണ്ടി നമ്മൾ ഒരാളെ തന്നെ ടീമിനെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓറില്ലേ വന്ന് ടാങ്കെല്ലാം നല്ല ലിക്വിഡെല്ലാം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കയറ്റെടുത്തിട്ടുണ്ട്. അത് കഴിയതിന് ശേഷമുള്ള നമ്മളെ ടാങ്കിൻ്റെ ലുക്ക് നോക്കിയാൽ നിങ്ങൾ എന്തായെങ്കിലേ നമ്മളെ തടിക്കും വേണ്ടിയിട്ടാണ് ഇത് ചിലവാക്കുന്നത്. എത്ര പൈസ കൊടുത്തെങ്കിൽ ഏറെയല്ല, അങ്ങനത്ര മേലോർ ക്ലീൻ ആക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓരോ നമ്പർ വേണമെങ്കിൽ കോൺടാക്റ്റ് ആയിക്കോ. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താ പറയുക, ഉള്ളു മാത്രമല്ല പുറവും നല്ല വൃത്തിക്ക് കയറ്റി തുടച്ചിട്ട് നല്ല ഡ്രൈ ആക്കി തരുവാറ്. അതിൻ്റെ മൂടിയും മടുപ്പും സംഭവങ്ങളൊന്നും ഇല്ല. എനിക്ക് ഞാൻ പുര കൂടി അതിന് ശേഷം ഇങ്ങനെ എൻ്റെ ടാങ്ക് ക്ലീൻ ആക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ പുറത്ത് നല്ല വെയിലല്ലേ, അങ്ങനെ നല്ല തണുത്ത ജ്യൂസെല്ലാം കുടിച്ചിട്ട് പിന്നെ ഉറപ്പ് പോയതാണ്. ഈ മഴക്കാലമല്ലേ വരുന്നത്, അതിന് മുമ്പ് തന്നെയല്ലേ നമ്മൾ ടാങ്കെല്ലാം ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്കൊരു സമാധാനമായി. ഇതാ ഫിൽറ്റർ ക്ലീൻ ആക്കിയിട്ടും എല്ലാം സെറ്റാക്കി തന്നിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ നമ്പർ വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. ഓരോ ഡയറക്റ്റ് നിങ്ങൾ കോളായിക്ക് ധൈര്യമായിട്ട് വിളിച്ച കാസർഗോഡ് കുമ്പള ഏത് ഭാഗത്തേക്ക് അവർ വരുന്നത്.